ഹായ് ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഏൻഷ്യൻറ്റ് സ്റ്റോറി ടെല്ലർ എന്നുള്ള പെയിൻറ്റഡ് ബൈ അമൃത ഷെർഗിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അമൃത ഷെർഗിൽ എന്ന് പറയുന്നത് ഒരു ഹംഗേറിയൻ പെയിൻറ്ററാണ്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റാണ്. ഹംഗറിയിലെ ബ്യൂഡാപെസ്റ്റിലാണ് അവർ ജനിച്ചത്. പക്ഷേ അവർ ഇന്ത്യൻ പെയിൻറ്റർ എന്നുള്ള രീതിയിലാണ് അവർ അറിയപ്പെടുന്നത്. ആൻഡ് മോഡേൺ ഇന്ത്യൻ ആർട്ടിൻ്റെ പയനീർ എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അമൃത ഷെർഗിലിനെ പറയാം. അപ്പോൾ പോസ്റ്റ് ഇംപ്രഷനിസമാണ് ഇവരുടെ പെയിൻറ്റിങ്സിനകത്ത് റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത്. പോസ്റ്റ് ഇംപ്രഷനിസം എന്താണെന്ന് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അവർക്ക് 19ാമത്തെ വയസ്സിലാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് കൂടുതലും ഓയിൽ പെയിൻറ്റിങ്സ് ആണ് ചെയ്യുന്നത്. 19ാമത്തെ വയസ്സിൽ അവർ യങ് ഗേൾസ് എന്നും പറഞ്ഞ് ഒരു പെയിൻറ്റിങ് പെയിൻറ്റിങ് അവർ ഇറക്കി. അതിന് വളരെയധികം റെക്കഗ്നേഷൻ ഇവർക്ക് കിട്ടി. ആൻഡ് ഇവർക്ക് നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യയിലുള്ള അജന്ത കേവ്സിലെ പെയിൻറ്റിങ്സിലോട് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയൊക്കെ ഇവർ 1937 ടൂർ ചെയ്ത്, അതായത് ട്രിപ്പൊക്കെ നടത്തി സൗത്ത് ഇന്ത്യയിലോട്ട്. എന്നിട്ട് ഇവരൊരു ഫേമസ് സൗത്ത് ഇന്ത്യൻ ട്രിലജി പബ്ലിഷ് ചെയ്തു. അതായത് സൗത്ത് ഇന്ത്യൻ ട്രിലജി എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയെക്കുറിച്ച് 3 പെയിൻറ്റിങ്സ് ഇവർ പബ്ലിഷ് ചെയ്തു. അതിലൊരെണ്ണം എന്ന് പറയുന്നത് ബ്രഹ്മചാരീസ് എന്നായിരുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ വില്ലേജേഴ്സ് ഗോയിങ് ടു ദി മാർക്കറ്റ്. തേർഡ് വൺ എന്ന് പറയുന്നത് ബ്രൈഡ്സ് ടോയ്ലറ്റ്, വധുവിൻ്റെ ടോയ്ലറ്റ്. പിന്നെ ഇവരുടെ ഈ വർക്കായിട്ടുള്ള യങ് ഗേൾസിന് അവർക്ക് പാരീസിൽ വെച്ച് ഗോൾഡൻ മെഡലൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ വില്ലേജ് സീൻ എന്ന് പറയുന്ന ഒരു പെയിൻറ്റിങ്ങിന് അത് 6.9 കോടി രൂപയ്ക്കാണ് ന്യൂഡൽഹിയിൽ വിറ്റുപോയത്, ആ ഒരു പെയിൻറ്റിങ്. അപ്പോൾ അമൃത ഷെർഗിൽ ഒരു ഇൻഡോ ഹംഗേറിയൻ പേരൻറ്റേജ് ആണ് ഇവർക്കുള്ളത്. പക്ഷെ അവർ പാരീസിൽ പോയിട്ടാണ് അവർ ആർട്ട് പഠിച്ചത്. പക്ഷെ ഇന്ത്യൻ പെയിൻറ്റിങ്സിനോടാണ്, അല്ലെങ്കിൽ ഇന്ത്യയോടായിരുന്നു ഇവർക്ക് താല്പര്യം. സോ ഇന്ത്യൻ തീംസ് ഒക്കെയാണ് ഇവർ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. മോഡേൺ ആർട്ടിസ്റ്റാണ് ഇവർ. അവരുടെ തീംസും കളേഴ്സ് എന്ന് പറയുന്നത് നല്ല ഇന്ത്യൻ പെയിൻറ്റിങ് പോലെ, അതായത് വൈബ്രൻ്റ്ലി ഇന്ത്യൻ ആണ്. തീംസ് ആണെങ്കിലും കളേഴ്സ് ആണെന്നുണ്ടെങ്കിലും അപ്പോൾ ഇന്ത്യയുടെ ട്രഡീഷനിലോട്ട് കൂടുതലും അവർക്ക് വളരെ അട്രാക്റ്റഡ് ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അജന്ത കേവ്സിനകത്തുള്ള പെയിൻറ്റിങ്സിനോട് ഇവർക്ക് കൂടുതലും ഒരു ഫാസിനേഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മോഡേൺ പെയിൻറ്റിങ്ങിൽ ഒരു ഫ്രഷ് നോട്ട് കൊണ്ടുവന്നത്, അതായത് ഇന്ത്യയിലെ മോഡേൺ പെയിൻറ്റിങ്ങിൽ ഒരു ഫ്രഷ് നോട്ട് കൊണ്ടുവന്നത് അമൃത ഷെർഗിലാണ്. അപ്പോൾ അവരുടെ പെയിൻറ്റിങ്സിനകത്ത് നമുക്ക്, അവർ വെസ്റ്റിലാണ് പോയി പഠിച്ചത് പെയിൻറ്റിംഗ് ഒക്കെ, അപ്പം ഈസ്റ്റിൻ്റെയും വെസ്റ്റിൻ്റെയും ഒരു മിക്സ് നമുക്ക് ഇവരുടെ പെയിൻറ്റിങ്ങിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ. ആൻഡ് 28ാമത്തെ വയസ്സിലാണ് ഇവർ മരിച്ചത്. ആൻഡ് നമുക്ക് അപ്പം ഇന്ത്യയിലെ റൂറൽ കൾച്ചർ അല്ലെങ്കിൽ ഫോക്ക് കൾച്ചറിനോടൊക്കെ വളരെയധികം ഫാസിനേഷൻ ഉണ്ടായിരുന്നു ഇവർക്ക്. ആൻഡ് നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ ലിവിങ്, അതൊക്കെ ഇവർക്കും ശരിക്കും പറഞ്ഞാൽ ഇവരും വെസ്റ്റേൺ ക്ലോത്ത്സിനെക്കാട്ടിലും സാരീസൊക്കെ ആയിരുന്നു ഇവർ യൂസ് ചെയ്തിരുന്നത്. അപ്പം നമുക്ക് പഠിക്കാനുള്ള, അല്ലെങ്കിൽ പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഏൻഷ്യൻറ്റ് സ്റ്റോറി ടെല്ലർ എന്നാണ്. ഏൻഷ്യൻറ്റ് സ്റ്റോറി ടെല്ലർ ഷീ ആക്ച്വലി പെയിൻറ്റഡ് ഇറ്റ് ഇൻ ദ ഇയർ 1940. അമൃത ഷെർഗിൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഫിഗേഴ്സ് വെച്ച് കമ്പൈൻ, അതായത് ബിൽഡിങ്സ് ഒക്കെ കാണും അവരുടെ പെയിൻറ്റിങ്സിനകത്ത്. അപ്പോൾ ആർക്കിടെക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തും അതുപോലെ തന്നെ അല്ലാതുള്ള ഫിഗറൻസും വെച്ചിട്ടാണ് ഇവർ ഇമേജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു റൂറൽ ഡൊമസ്റ്റിക് ലൈഫ് എങ്ങനെയാണെന്ന് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പെയിൻറ്റിങ്ങിലൂടെ. ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റൂറൽ ഡൊമസ്റ്റിക് ലൈഫ്. അപ്പോൾ അത് ഓയിൽ പെയിൻറ്റിങ് വെച്ചിട്ടാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഫെമിനൈൻ വേൾഡ് തന്നെ നമുക്ക് ഈ ഒരു പെയിൻറ്റിങ്ങിനകത്ത് കാണാൻ സാധിക്കും. ഫെമിനൈൻ വേൾഡാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെൻ, അതായത് ആണുങ്ങൾ ലൈഫ് എന്ന് പറയുന്ന വളരെ ലെഷറായിട്ട് എൻജോയ് ചെയ്യുന്നു. അതായത് കുറേ ആളുകൾ ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ് റൂറൽ ലൈഫിൽ. അതായത് റൂറൽ ലൈഫ് ആകുമ്പോൾ ആളുകളെല്ലാം വെളിയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ആണുങ്ങൾ, ആ പിക്ചറിലുള്ള ആണുങ്ങളെന്ന് പറയുന്നത് ലെഷർലി ആയിട്ട് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നതായിട്ട്, അതായത് അവർ അവിടെ ഇരുന്ന് കുട്ടികളെ എൻ്റർടൈൻ ചെയ്യുവാണ്, സ്റ്റോറീസൊക്കെ പറഞ്ഞ്, പഴയ സ്റ്റോറീസൊക്കെ പറഞ്ഞ് എൻ്റർടൈൻ ചെയ്യുവാണ്. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് മസാലാസൊക്കെ ഗ്രൈൻഡ് ചെയ്യുന്നു, പൊടിക്കുന്നു, ബ്രെഡിൻ്റെ മാവ് ഉണ്ടാക്കുന്നു. അവരെന്ന് പറയുന്നത് ഈ കുട്ടികളുടെ അടുത്തുനിന്ന്, അല്ലെങ്കിൽ കുട്ടികൾ ആ ഒരു എൻ്റർടൈനിങ് സ്ഫിയറിൽ നിന്ന് മാറിയിരിക്കുവാണ് സ്ത്രീകൾ അവരുടെ ജോലിയിൽ പഴയ പോലെ തന്നെ കിച്ചൺ വർക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുകയാണ്, മുറ്റത്തിരിക്കുവാണ് എല്ലാവരും. പിന്നെ ഒരു സ്ത്രീ ഇങ്ങനെ കുനിഞ്ഞ് ഒരു ക്രൗച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നുണ്ട്. അവരെന്ന് പറയുന്നത് അവരുടെ ആ ഒരു കുക്കിങ്ങിനകത്ത് ലോസ്റ്റ് ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സിംബോളിസമാണ്. ഇതൊരു പോസ്റ്റ് ഇംപ്രഷനിസ്റ്റിക് സ്റ്റൈലാണ്. അതായത് ഇമോഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. പോസ്റ്റ് ഇംപ്രഷനിസത്തിനകത്ത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. അപ്പം ഇതിനകത്ത് ആ സ്ത്രീ ഇങ്ങനെ കുക്കിങ്ങിൻ്റേതായിട്ടുള്ള ലോകത്തിൽ അവർ വേറൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ ആ ലൈഫിൻ്റെ ഫൺ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിൽ അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് ഇവർ മാറിയിരിക്കുകയാണ് സ്ത്രീകളെന്ന് പറയുന്നത്. അപ്പം
അവരല്ല സബ്ജക്റ്റ് മാറ്റർ എങ്കിൽ പോലും നമ്മുടെ ആ ഒരു ഇന്ത്യൻ റൂറൽ സ്ത്രീകളുടെ ലൈഫിനെ കുറിച്ചാണ് ഇതിനകത്ത് പോർട്രേ ചെയ്തു പോകുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പോസ്റ്റ് ഇംപ്രഷനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീമെയിൽ ഫിഗറിൻ്റെ റെപ്രസെൻറ്റേഷൻ, അതുപോലെ തന്നെ അവരുടെ ഫേസസ്, അതായത് ഈ സ്ത്രീകളുടെ ഫേസസ് എന്ന് പറയുമ്പോൾ വളരെ സാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോസ്റ്റ് ആയിട്ടുള്ള ഫേസസ് ആണ്. പിന്നെ ഡൊമസ്റ്റിക് സീൻ, അതായത് ഒരു വീടുകളിൽ നമ്മുടെ റൂറൽ ഹൗസ് ഹോൾഡിലൊക്കെ എന്താണോ സംഭവിക്കുന്നത് അത് വളരെ ഒതന്റിക് ആയിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. ബ്രൈറ്റ് റെഡ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ക്യാരക്ടേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ വളരെ ഡാർക്ക് ആയിട്ടുള്ള ഫേസസ് ആണ് ഫീമെയിൽ ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്നത്. എക്സ്പ്രഷൻ ലെസ് ആണ്. അതാണ് പറഞ്ഞത്, അവരെന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന് എഴുതണം, അവരുടെ ഫേസിൽ വേറെ എക്സ്പ്രഷൻസ് ഒന്നും ഇല്ല. പിന്നെ ഒരു മെയിൽ ഫിഗർ ഉണ്ട് അതിനകത്ത്. അയാളൊരു സന്യാസിയെ പോലുള്ളൊരു ഫിഗറാണ്, ഒരു യോഗി ലൈക്ക് ഫിഗറാണുള്ളത്. പിന്നെന്താണ്, പ്ലാന്റ്സിന്റെ ബ്രാഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദൂരെ. അപ്പോൾ അത് ലീഫ്ലെസ് ബ്രാഞ്ചസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മതിലെന്ന് പറയുന്നത് വൈറ്റ് കളേർഡാണ്. അപ്പോൾ അത് ഈ ഡാർക്ക് സീനറിയുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് വൈറ്റ് കളറിലുള്ളൊരു മതിൽ കൊടുത്തിരിക്കുന്നത് അവർ പിന്നെ ഡാർക്ക് ടോൺഡ് ഫിഗേഴ്സ് ആണുള്ളത്. റെഡ് ഗാർമെന്റ്സ് ആണ് സ്ത്രീകൾ അല്ലെങ്കിൽ ആളുകൾ ഇട്ടിരിക്കുന്നത് റെഡ് ഗാർമെന്റ്സ് ആണുള്ളത്. പിന്നെ ആർക്കിടെക്ചറും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ലൈഫുമാണ് ഈ ഒരു പിക്ചർ സ്പേസിനകത്ത് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. എക്സെപ്ഷണൽ ആയിട്ടുള്ള കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ബോൾഡ് ആയിട്ടുള്ള കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഓയിൽ പെയിന്റിങ്ങിലാണ് ഇവർ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഇതിനകത്ത് വരുന്ന ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പെയിന്റിങ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാൻ സാധിക്കും ഈ പെയിന്റിങ് എങ്ങനെയാണ് ഇവർ വരച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ പെയിന്റിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അമൃത ഷെർഗിൽ ആരാണെന്നും അവരുടെ ആ പെയിന്റിങ്സ്, അവരുടെ ലൈഫിനെ കുറിച്ചും കുറച്ച് എഴുതുക, അവരുടെ പെയിന്റിങ്സിന്റെ പ്രത്യേകതയെക്കുറിച്ച് എഴുതുക. അതുപോലെ തന്നെ പോസ്റ്റ് ഇംപ്രഷനിസമാണ് അവരുടെ വർക്കിങ്ങിനകത്ത് വരുന്നത്, ഈ ഒരു സ്പെസിഫിക് പെയിന്റിങ്ങിനകത്ത് വരുന്നതെന്നും വാട്ട് ഇസ് പോസ്റ്റ് ഇംപ്രഷനിസം, വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്നുള്ള കാര്യവും നിങ്ങൾ മെൻഷൻ ചെയ്യുക. ആൻഡ് ഹൗ പോസ്റ്റ് ഇംപ്രഷനിസം ക്യാൻ ബി റിഫ്ലക്റ്റഡ് ഇൻ ഓർ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ പെയിന്റിംഗ് എന്നുള്ളത് നിങ്ങൾ പറയുക. പിന്നെ പെയിന്റിങ്ങിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രത്യേകിച്ച് ഫെമിനൈൻ വേൾഡിനെ കുറിച്ചും കുറച്ചും കൂടി ഫോക്കസ് കൊടുത്ത് പറയുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.